നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കാത്തിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ പുതിയ ആളുകൾ ചേർക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത്. പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങളില്ല, അത് ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ നാട്ടിൽ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി സർക്കാർ വന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡുകളായിരുന്നു അന്ന് പുറത്തിറക്കിയിരുന്നത്. നമ്മുടെ സ്കൂളുകളിലും മദ്രസകളിലും പോലത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെല്ലാം അന്ന് ക്യാമ്പുകൾ നടത്തിയായിരുന്നു. ഒരു കുടുംബത്തിൽ നിന്നും 5 ആളുകളെ ഫോട്ടോ എടുത്ത് ഓരോ കുടുംബത്തിനും പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പദ്ധതിയുമായി സർക്കാർ വന്നത്. അന്ന് ആ കാർഡ് ഒരുപാട് ആളുകൾ എടുത്തിരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ കാര്യമായിട്ടുള്ള ഉപയോഗമില്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഓരോ വർഷം പുതുക്കുന്ന സമയത്ത് ആളുകൾ അത് പുതുക്കുകയോ അല്ലെങ്കിൽ അത് മുന്നിട്ട് ഇറങ്ങുകയോ ചെയ്തിരുന്നില്ല. അതിനുശേഷം കൊറോണയ്ക്ക് ശേഷമാണ് ഓരോ വ്യക്തികൾക്കും ആ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുകയും നമ്മുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോലും അതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ കാർഡ് എടുക്കാൻ എല്ലാ ആളുകളും തിക്കും കൂട്ടുന്നത്. എന്നാൽ അന്ന് 12 വർഷങ്ങൾക്ക് മുമ്പ് കാർഡ് കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് അന്ന് ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചിരുന്നത്. 2019-20 കാലഘട്ടങ്ങളിൽ കൊറോണയ്ക്ക് മുമ്പായിട്ട് തന്നെ ഈ കാർഡ് ഓരോ വ്യക്തികൾക്കും അന്ന് ലഭിക്കുകയുണ്ടായി. അന്ന് ആ കാർഡ് ലഭിച്ച ആളുകൾ, നമുക്കന്ന് ഒരു ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ കാർഡാണ് അന്ന് ലഭിച്ചിരുന്നത്. അന്ന് ആ കാർഡ് ലഭിച്ച ആളുകളുടെ വീടുകളിലെ മുഴുവൻ ആളുകളെയും ചേർക്കാൻ പിന്നീട് അവസരമുണ്ടായി. അന്ന് ഒരുപാട് ആളുകൾ അതിൽ ചേർക്കുകയും അതിൻ്റെ ആനുകൂല്യം നേടുകയും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റൽ കേസുമായി ചെന്ന് കഴിഞ്ഞാൽ അതിന് അവിടെ ഒരു കൗണ്ടർ ഉണ്ടാവുകയും ആ കൗണ്ടറിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കാർഡ് ലഭിക്കുകയും ചെയ്യുന്നൊരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓരോ സമയത്തും ഇതിൻ്റെ അപ്ഡേഷന് ആൾക്കാർ അന്വേഷണം നടത്തിയിരുന്നെങ്കിലും ഒരു അപ്ഡേഷനും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് ഒരു അപ്ഡേഷൻ വന്നിരുന്നു. ഈ കാർഡ് എടുക്കാത്ത ആളുകൾക്കും എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുമെല്ലാം 70 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കാർഡ് ലഭിക്കുകയും കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. അതിപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ ആനുകൂല്യം ഏപ്രിൽ മുതൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും, ഇപ്പോൾ കാർഡ് എടുക്കാത്ത എല്ലാ ആളുകൾക്കും ഈ കാർഡ് ലഭിക്കുന്നുമുണ്ട്. ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ വരികയാണ്. മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിലാണ് പുതിയ അപ്ഡേഷൻ വരുന്നത്. അതിനുമുമ്പായി തന്നെ എല്ലാ ആളുകളും നമ്മുടെ റേഷൻ കാർഡിലെ പേരുകൾ കൃത്യമായി വെക്കുക. ആധാർ കാർഡിലുള്ള പേരിനെ പോലെ തന്നെ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേര് ഒഴിവാക്കുക. പുതിയ ആളുകൾ ചേർക്കുകയാണെങ്കിൽ ചേർത്ത് വെക്കുക. അടുത്ത 2 മാസങ്ങൾക്കകം തന്നെ ഇതിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ വരികയും ആ അപ്ഡേഷൻ പ്രകാരം നമുക്ക് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകളെ ചേർക്കാൻ പറ്റുകയും ചെയ്യും. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും വരുന്ന സമയത്ത് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി കാര്യങ്ങൾ തയ്യാറാക്കി വെക്കുക. മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്കായിരിക്കും ആദ്യം അവസരം ലഭിക്കുക. ആ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോയ ആളുടെ പേരുകളുണ്ടെങ്കിൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ പുതിയ ആളുകൾ ചേർക്കാനുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കും മറ്റും വിവാഹം കഴിച്ചു വന്ന ആളുകൾ, അതുപോലെ തന്നെ 2 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ എന്നിവരെല്ലാം കാർഡിൽ ചേർക്കാൻ സാധിക്കും. ഇതെല്ലാം റെഡിയാക്കി വെക്കുക. എങ്കിൽ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻ വരുന്ന സമയത്ത് തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോഴും വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കാർഡുണ്ടെങ്കിൽ, ലാമിനേഷൻ ചെയ്ത കാർഡുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലെ മുഴുവൻ അംഗത്തെയും ചേർക്കാനും സാധിക്കുന്നുണ്ട്. ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ കൗണ്ടർ വഴിയും ചേർക്കാൻ സാധിക്കുന്നുണ്ട്. ഓൺലൈൻ വഴി ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് EKYC പൂർത്തിയാക്കേണ്ടി വരും. അല്ല, നമ്മൾ ഹോസ്പിറ്റലിലെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ കാർഡ് ലഭിക്കുകയും നമ്മളുടെ അപ്രൂവൽ ആവുകയും ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ഈ കാർഡ് എടുക്കുന്നില്ലെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. സർക്കാർ അതിലേക്ക് ഫണ്ടുകൾ മറ്റും നൽകാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ചില ഹോസ്പിറ്റലിൽ ഈ കാർഡ് നിരസിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അഡ്മിറ്റ് ആകുന്ന കാര്യങ്ങൾ, ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.